ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അവിട്ടായിട്ട് ഞാൻ എൻ്റെ അമ്മമ്മ വീട്ടിൽ വന്നതാണ് ഗൈസ്. ഇപ്പോൾ സമയം 4:50 അപ്പോഴത്തേക്ക് എൻ്റെ തമ്പുരു ആണെങ്കിൽ ഇതാണ് ഗൈസ്, എൻ്റെ അനിയത്തി തമ്പുരു. ഒറിജിനൽ പേര് പറ തമ്പുരു. ഒറിജിനൽ എൻ്റെ പേര് അർപ്പിത എസ് രാജു. അപ്പോൾ ഇവള് UKG പഠിക്കുക. അപ്പം അവൾ വന്നിട്ട് പറഞ്ഞു ആൺമയിലാണ്. ഞാൻ വിളിച്ചു ഇവൾ കളിക്കുമ്പോഴേക്കുന്നു വന്ന് നോക്കിയപ്പോഴാണ് ഗൈസ് കാണാൻ പറ്റുന്നതായിരുന്നു നല്ലൊരു ആൺമയിൽ. അമ്മാമ്മയുണ്ട് ഗൈസ്. അമ്മാമ്മ ചോദിക്കുന്ന നിർത്താണ് തമ്മിൽ ഇങ്ങോട്ടും അത് പോകും. അമ്മാമ്മ ചോദിക്കുന്ന നിർത്തം. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു പിന്നെ മയിലിനിപ്പോൾ നിർത്താടല്ലേ ക്രിസ്തേ പോകുന്നുണ്ടത്. ഇവിടേക്കാണെങ്കിൽ അടുത്തൊരു പറമ്പുണ്ട്. എന്നിട്ട് ഉള്ളോട്ട് പോകുമ്പോൾ ഒരു തോടുണ്ട്. ഇങ്ങോട്ടാ തോടുണ്ട്. അതിൻ്റെ അപ്പത്താണെന്ന് വെച്ചാൽ ഒരു മണത്ത് കാവ് അങ്ങനെ കാവം കണ്ടു പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ മയിലുകൾ ഇഷ്ടം പോലെ ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് അവിടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? അപ്പം അമ്മ പറഞ്ഞ് ഈ തൊഴിലുറപ്പുകാരൊക്കെ അത് വൃത്തിയാക്കാനൊക്കെ പോകുമല്ലോ, അങ്ങനെ പോയിട്ടുണ്ടോ. ഒരു ദിവസം കത്തവേ പീലിപിടുത്തണേ ഈശ്വരാ, ഒരു പീലിയെങ്കിലും ഒരു 5-6 പീലി പൊഴിച്ചിട്ടെങ്കിൽ മയിൽപ്പീലി കിട്ടിയാലേ. ഒന്ന് പൊഴിക്കുക എൻ്റെ പൊന്നു മയിലേ. മനുഷ്യ ഇവിടെ കിടന്ന് മയിൽപ്പീലിക്ക് കിടന്നോടുക. മുമ്പൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഇരുന്ന അത്തക്കളത്തിനൊരു വീഡിയോ ഇടാം. ഇത് എൻ്റെ സ്ഥലമല്ലേ, ഞാൻ കഴക്കൂട്ടത്താണ്. ഇത് കൊട്ടാരക്കര കലേപുരം എന്ന് പറയും. ഞാൻ വീടിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പം അവിടെയാണ് വന്നേ ഇവിടെ പോയി നിൽക്കുക. അപ്പം ഞാൻ കലേപുരത്ത് നിൽക്കുക. കലേപുരത്ത് എൻ്റെ അമ്മമ്മയുടെ വീട്. പിന്നെ അവിടെ നിൽക്കുകയായിരുന്നു. ഒരു പീലി ഒരു പീലിയെങ്കിലും പൊഴിക്കണേ. ഞാൻ ഒരു ദിവസം ഇവിടെ വന്നേ എൻ്റെ മാമൻ്റെ കല്യാണത്തിന്. ഞങ്ങൾ മുമ്പ് കൊല്ലത്തായിരുന്നു. തമ്പുരിയൊക്കെ അന്ന് അച്ഛൻ്റെ അടുത്ത് പോയി. എവിടെയാണ് പോയത്? അതെ, ഗൾഫിൽ എവിടെയായിരുന്നു? ദമാമിലായിരുന്നു അച്ഛൻ്റെ വീട്. അപ്പം ദമാമിൽ പോയപ്പം അമ്മാമ്മ എല്ലാം ശ്രീകുട്ടൻ ചേട്ടൻ്റെ കൂടെ അവിടെ കൊല്ലത്തായിരുന്നു. കരുനാഗപ്പള്ളി ഓച്ചിറ അവിടെ നോക്കണ കണ്ണൂത്തി പൊട്ടിക്ക് അവിടെ ആയിരുന്നു. അപ്പം അമ്മാമ്മയൊക്കെ അങ്ങ് പോയി. അപ്പം ഞാൻ വിഷുവിന് അവിടെ പോയിട്ട് 19-ആം തീയതി ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങ് വന്നു. കാറിലാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ തിരിഞ്ഞ് ഫ്രണ്ടിലായിരുന്നു നമ്മൾ. തിരിഞ്ഞ് വീടിന് മുകളിലോട്ട് നോക്കിയപ്പോൾ നല്ല വലിയ ആൺമയിൽ തമ്മിൽ. പക്ഷെ നല്ല ഞാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചാടിപ്പിടിച്ച് അകത്തോട്ട് പോയി. അപ്പം അവർ ഈ വർക്ക് ഏരിയയുടെ അകത്തോട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിരിക്കണം. അപ്പം അവിടുത്തെ ഡോറൊക്കെ അടച്ചിട്ട് കട്ടിലങ്ങ് നീക്കിയിട്ടിരിക്കുകയാണ്. ഞാനും ശ്രീകുട്ടൻ ചേട്ടനും ആന് പിടിച്ച് വലിച്ച് നീക്കി തുറന്ന് പോയപ്പോൾ നല്ല. പക്ഷെ ഞാൻ വരുമ്പോൾ മാത്രം ഇതുകൊണ്ടൊന്നും പീലി പൊഴിക്കത്തില്ല. തമ്പുരു എപ്പോഴിങ്ങനെ ഓരോ പ്രൈവറ്റ് ബസ്സിനെ കാണുമ്പോൾ പ്രൈവറ്റ് ബസ്സേ പോ, അല്ലെങ്കിൽ വിളിച്ച് ശരിയാക്കിക്കളെ. ഓട്ടോനെ കാണുമ്പോൾ ഓട്ടോ പറയണ തമ്പുരു അമ്മാമ്മ അടുത്ത് പോയിട്ട് അരി എവിടെ ഇരിക്കണം ചോദിച്ചിട്ടാ ഓടിപ്പോ. ആളെ അമ്മാമ്മേന്ന് വിളിക്കും, അവളെ അമ്മച്ചി അമ്മാന്ന് വിളിക്കും. പോയി അരി വാങ്ങിക്കളി. അമ്മ കണ്ടില്ല. അപ്പം അമ്മാമ്മ കണ്ടപ്പോൾ കുറച്ച് അരി എടുത്ത് ഇച്ചിരായിട്ട് കൊടുക്കുമ്പോഴത്തേന് ഇങ്ങോട്ട് വന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മാറി നിന്നിട്ട് കൊടുക്കാൻ കഴിയും. അമ്മാമ്മ ഗൈസ് ഇവിടെ ഇരുട്ടാണ്. അമ്മാമ്മ ഇങ്ങോട്ടാക്ക്. അമ്മാമ്മയുടെ ജോലി. അമ്മമ്മ എൻ്റെ ഫോളോവേഴ്സിനൊക്കെ ഒരു ഹായ് കൊടുക്കാമോ? ഹായ് പറ. അമ്മാമ്മയ്ക്ക് ഒന്ന് എവിടെ പോ തമ്പുരു. അത് പോയി വാങ്ങിട്ടോ.
ഈ ടിന്ന് എടുത്തോണ്ട് പോയി വാങ്ങിട്ടോ. ബാ ചട്ടേല് ബാ 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 ബാ. നീ ഇട്ടെടുക്ക, ലൈറ്റ് ഞാൻ നല്ല വീശി ഇട്ടെടുക്കാം. ആൺമയില ബാ 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 ബാ. ഞാൻ മാറി നിന്ന് നോക്കാം. യോ എവിടെ പോയാ ഇല്ല ഉണ്ട പിടിച്ചത്. ഞാൻ മുമ്പൊക്കെ അതിന് ശബ്ദം നന്നായിട്ട് പറയാം, ശബ്ദമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്നില്ല. നമുക്ക് ഇങ്ങനെ തറ ഇരുന്ന് നോക്കാം. ഗായ്സ് നമ്മളിട്ട് അരിയൊന്നും മയില് പോയി വിളിച്ചിട്ടാണ് മൈൻഡ് ചെയ്യാതെ പോവാ ഗായ്സ്. ഗായ്സ് ഫ്രണ്ടിലോട്ടാണ് ഗൈസ് പോകുന്നത്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം ഗൈസ്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം ഗൈസ്. അപ്പം ഇവിടെ എൻ്റെ മൂത്തമ്മ ഇരിപ്പുണ്ട്. മൂത്തമ്മയ്ക്ക് മനസ്സിലായി. എൻ്റെ ഫോളോവേഴ്സ് ഹായ് പറ, എൻ്റെ ഫോളോവേഴ്സ് ഹായ് പറ മൂത്തമ്മ. മൂത്തമ്മയ്ക്ക് മനസ്സിലായി. തമ്പുരു തമ്പുരു ഗൈസ് ഞാൻ വാങ്ങിച്ച ഡിങ്കി 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 ഡിങ്കി. എവിടെ പോയി പെണ്ണ്? ആ പറ. ലൈറ്റ് കഴിയാം. അമ്മമ്മ ഇങ്ങനെ കേസ് കടന്ന് അമ്മമ്മ കടന്ന് വഴക്ക് പറയും. മൂത്തമ്മയ്ക്ക് ഇപ്പോഴാണെങ്കിൽ ഗൈസ് കിട്ടി കിട്ടിയത്. എവിടെ വോട്ട് ചായനെ? ഈശ്വര അവളൊന്നും മിക്കപ്പോഴും മയിലിനെ ഒട്ടിക്കൂല. ഞാൻ സാധാരണ ഇവിടെ വരുന്നത് എനിക്ക് മയിലിനെ കാണാനാണ്. തമ്പുരി അത് ശബ്ദം ഉണ്ടാക്കാതെ. അവൾക്ക് ആ ശബ്ദം അങ്ങനെ വയലിൽ വരത്തില്ല. കീ കീന്ന് പറയും. കീരിയാണെന്നും പറഞ്ഞു. തമ്പുരു തമ്പുരു അടി വാങ്ങും. വെറുതെ എന്തിനാ അടിയിട്ട് കൊടുക്കണേ? വെറുതെ എന്തിനെ തിന്നോ? ഇത് നീ നാട്ടിലോട്ട് തിന്നാതെ. തിന്നില്ല. ആ പിന്നെ എന്തിട്ട് കൊടുക്കണേ? ഒന്നും ഇട്ട് കൊടുക്കല്ലേ. എടി ആ ചേട്ടൻ കൊണ്ടുവാ. വാ 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 വാ. അയ്യോ ദാ പോണേ. ഈശ്വര ആണെ പൊട്ടിച്ചത്. ചേട്ട അരി 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 ഇങ്ങ താടി കുറച്ചുകൂടെ താ. കുറച്ച് ആ മതി മതി മതി. കഴക്കൂട്ടത്തൊക്കെ ആണെങ്കിൽ അടുത്ത ഭാരത് ഗ്യാസിലൊക്കെ ആണെങ്കിൽ ഇത് വരും. ചേടാ ഇതിനിപ്പോൾ വലയിട്ട് പിടിച്ച പോലീസ് തന്നെ പൊക്കും. ഇല്ലെങ്കിൽ വലയിട്ട് പിടിക്കുകയായിരുന്നു. നാഷണൽ ബേർഡിനെ വലയിട്ട് പിടിച്ചൂടാ. അതിന് ആ വലയിട്ട് പിടിച്ചൂടാ. ഇല്ലായിരുന്നെങ്കിൽ വലയൊക്കെ ഇപ്പോൾ പിടിച്ച് ഇവിടെ ഇപ്പോൾ 5-6 മൈലുണ്ടായിരുന്നു. ആ ദേശീയ പക്ഷിയായിപ്പോയി. ഇല്ലെങ്കിൽ പിടിച്ചു കേട്ടായിരുന്നു. ദേശീയ പക്ഷിയായിപ്പോയി. അങ്ങനെ തിന്നോ? ആ ചേർത്തത് മിണ്ടായ തമ്പുരു. തമ്പുരു ഇങ്ങ് വാ. ഗൈസ് അതിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ടത്. തമ്പുരു തമ്പുരു അടി വാങ്ങരുത് എൻ്റെ അമ്മ. ഗൈസ് അത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുത്തായിരിക്കുകയാണെന്നും പറഞ്ഞാൽ തിന്നില്ലായിരിക്കാം. അതുകൊണ്ട് ഞങ്ങളിത് തമ്പുരുവോ തിരിഞ്ഞ് നോക്കാതെ
എന്നിട്ട് നമ്മൾ നോർമലായിട്ട് ഇത് എൻ്റെ അമ്മമ്മ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു റബ്ബറിൻ്റെ തോട്ടാണ്. മിണ്ടായി കൈ അടിക്കാതെ അത് മനസ്സിലാവും നമ്മളാണെന്ന്. അതൊക്കെ ഇതിനകത്ത് എപ്പോഴേ പിടിച്ചു. ഞാൻ ഇങ്ങനെ മയിലെ നോക്കാം. പോലെ ഇതേ തമ്പി ഒന്നുകൂടെ പറയട്ടെ എങ്ങനെ മര്യാദക്ക് മൈപ്പില്ല ഞാൻ പറ. അത് ഇവളുടെ കോമൺ ഉണ്ടല്ലോ, ഇടിച്ച് പപ്പടാക്കിക്കോ. തമ്പുരു എന്നെ കടന്ന് നീ പോവാതെ ഇങ്ങോട്ട് പോപ്പണ്ണ. ഇല്ല വലിച്ചില്ല ഞാൻ. തമ്പുരു എൻ്റെ പാവയുടെ പള്ളി അല്ല കൊച്ചിനറിയത് യൂട്യൂബ് ചാനലാണ്. മിണ്ടാതെ അകത്തെ താഴെ ഇറങ്ങി വന്നെങ്കിൽ അമ്മാമ്മ അടുത്തുനിന്ന് പോയി കുറച്ചൊരു അരി വാങ്ങിയിട്ട് പോവാ തമ്പുരു. പോ. ചിരട്ട അതില്ല, അവിടെ ഇഷ്ടംപോലെ ചിരട്ട അടപ്പുണ്ട്. തമ്പുരു പോയി അരി എടുത്തിട്ട് പാടി. ആ ചുണ്ടൊക്കെ തുളച്ച്. ഈ മയിൽ എങ്ങനെയാണ് ദേശീയ പക്ഷിയായത് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. മിക്കവാറും താഴോട്ട് വരാനുള്ള ചാൻസ് ഗൈസ്. എനിക്ക് ഈ മയിലിനെയൊക്കെ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്. പക്ഷെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പോലീസ് എൻ്റെ പൊക്കും. ഇതെങ്ങനെയായിരിക്കും എന്നാലും ദേശീയ പക്ഷിയായത്? ഒരു പിടിയും കേട്ടിട്ടില്ല. നിങ്ങൾക്കറിയാമോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ദേശീയ പക്ഷി അല്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിനെ വലയിട്ടെങ്കിലും പിടിച്ച് ഇവിടെ കെട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇത്തിരി വളർത്തായിരുന്നു. എങ്ങനെ ഇഷ്ടമാണ് നീ ഇതിനെ ദേശീയ പക്ഷിയാക്കി മാറ്റി? ഇനിയിപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കേണ്ടി വരും. പക്ഷെ എനിക്ക് അതിൻ്റെ നെക്കിൻ്റെ ആ കളറുള്ള ഇതുണ്ടല്ലോ, ചിലങ്ങോട്ട് മാറുമ്പോൾ ഗ്രീനാവും, ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ ബ്ലൂ ഗ്രീനൊക്കെ ആവില്ലേ, അങ്ങനത്തെ ഒരു പട്ടുപാവാട എനിക്കുണ്ടായിരുന്നു. അരി കിട്ടിയില്ലേ? നമുക്കതിന് താഴെ വെച്ച് നോക്കാം. താഴെ വരുമെന്ന് അറിയണമല്ലോ. ആ മയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ മയിലിനെ ഒന്ന് വളർത്താൻ കിട്ടിയിരുന്നെങ്കിലൊന്നും? തോന്നിയിട്ടുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ തമ്പുരുതെ കുറച്ചുകൂടെ അരി എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് മാറ്റി വെക്കാം. അത് തന്നെ. അപ്പോൾ കുറച്ച് മാറ്റി നമുക്ക് പിന്നെ കൊടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഇത്രയും നമ്മൾ മാറ്റിയിട്ടുണ്ട്. തമ്പുരു ബാക്കോട്ട് മാറടി, ഇല്ലെങ്കിൽ തലയെല്ലാം കൂടെ കുത്തി തുറക്കൂ ഇത്. തമ്പുരു ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ മയിൽ എങ്ങനെയാണ് ദേശീയ പക്ഷിയായത്? ദേശീയ പക്ഷി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയാൽ ഇതൊക്കെ അറിഞ്ഞൂടല്ലേ? അവിടെയൊന്നുമില്ല കാരണം നടന്ന അമ്മാനാണ്. നമ്മളിവിടെ ഇല്ലെങ്കിൽ അത് താഴെ വരത്തുള്ളൂ. ഇങ്ങോട്ട് വന്നേ നീ. നമ്മളിത് അവിടുന്ന് ഒരു ഇച്ചിരി കൂടി മാറി നമ്മുടെ റബ്ബറിൻ്റെ തോട്ടത്തിൻ്റെ അടുത്തുള്ള ഇവിടെ വന്നിപ്പോൾ ഒരു 2 ഇപ്പം 5 ആയിട്ടുണ്ട്. സമയം 5, 6 ആവട്ടെ.
അപ്പം നമുക്ക് പോയി നോക്കാം. നീ നോക്കാതെ തമ്പുരോ, നീ എങ്ങനെയെങ്കിലും അത് കണ്ട പിന്നെ പോയി കഴിഞ്ഞ് നിന്നെ വിട്ടിട്ട് ഞാൻ എന്തോന്ന് കാവടി അടിപ്പിക്കുന്നു നിന്നെ ഞാൻ. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കി കാവടി. ഈ വണ്ടി ഇപ്പോൾ ഇവിടെ പറഞ്ഞടിച്ചുകൊണ്ട് ഇവിടെ അമ്മയുടെ എനിക്ക് കിട്ടും. മയിൽ തിന്നുമോ ഗായ്സ്? ആ മയിൽ പോകണം തോന്നുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ഈ മയിലിന് എനിക്ക് മയിലിനെ വളർത്തയ്യോ അവിടെ നിനക്ക് തമ്പുരു കയ്യട് ഇപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കും. അപ്പം ഞാൻ ഒരു കാര്യം കൊണ്ടുവരും ഗൈസ്. എവിടെ പച്ച നീളമുള്ള വടിയാണ് ഗൈസ്. ഇവിടെ കുറേ ചെളുക്കാൻ ഞാൻ വീഴും. അത് ഈ ചെളുക്കാം ഗൈസ്. അടിച്ച ഗൈസ് അപ്പുറത്തൊക്കെ ഭയങ്കര റബ്ബറായിരുന്നു. അതൊക്കെ മുറിച്ചിട്ട് ഇപ്പോൾ ഒരു വാഴ വെച്ചു ഗൈസ്. ഇത് നോക്കിക്കേ, പണ്ടൊക്കെ സ്ലേറ്റിലൊക്കെ ചോക്കും കൊണ്ട് എഴുതുമ്പോൾ തെറ്റുമ്പോൾ നമ്മൾ ഇത് വെച്ച് മായ്ക്കായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ ഇതിന് മഷിത്തണ്ടെന്നാണ് തമ്മിൽ പറയുന്ന യുവക്കാരോട്. ഇതിൻ്റെ പേരാണ് മഷിത്തണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറിച്ചെടുത്താ പെണ്ണ് ഉണ്ടായി. ഇവിടേക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ മഷിത്തണ്ടിന് എന്താ പറയുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ശരി, ഒരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റൂട്ട് സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് നോക്കാം ഗൈസ്. ഇത് റൂട്ട് സിസ്റ്റം, ഇത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ് ഗൈസ്. തമ്പിൽ ഇവിടെ കിടന്ന് പറയും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓട്ടിച്ചുവിട്ട അതിനെ ഗീസ്. നമ്മൾ അങ്ങനത്തെ ഫ്രണ്ടിലോട്ട് പോവാണ്. ഇതിനെ അങ്ങ് നടാൻ വേണ്ടിയിട്ട് പോവാണ് ഗീസ്. ഈ മഷിത്തണ്ടിനെ ഇങ്ങോട്ട് വാ പറകെ. ഹംസമ അഴകാ ഒരു ചിന്നറാത്ത അഴകാ ഒരു കൊഞ്ച. ഗോയ്സ് തമ്പുരു ഈ മഷിത്തണ്ട് വിടി നീ. അതതിൻ്റെ വീട്ടിലേക്ക് മടങ്ങുക ഗീസ്. തിന്നിട്ട് പോയിരിക്കുന്നു കാള ബടുക്കൂസ്. ഓസിന് തിന്നിട്ട് പോണോ നോക്ക്. അരി എന്നിട്ട് വേണം വൈകി ഗൈസ്. അവള് പള്ളമല്ല ഗൈസ് വിളിച്ചത്, അവള് മയില് എന്നാണ് ഗൈസ്. നിനക്ക് മനസ്സിലായി മാമൻ്റെ അച്ഛൻ ഗായ്സ്. ദോ പോണ് ഗായ്സ് ആ കള്ള ബെഡുക്കൂസ്. ഇവള് ചോദിച്ച എന്താന്ന് വെച്ചാലേ തമ്പുരു കമോൺ ബാ ബാ നില്ലിവിടെ. ഇവിടെ നില്ല അവിടെ. മയിലിന് അടി കൊടുക്കാൻ നീ മയിലിന് അടി കൊടുക്കാൻ നടക്കുവാന്നോടി. ഗൈസ് നിങ്ങൾക്ക് കാണാമോ ഗൈസ്? ഇവിടെ അത്രയും വെയിലടിക്കുന്നോണ്ട് വന്നേ. നീ ഇവിടെ നിന്ന് നീയുടെ കാലോട് പോണേ. ഇല്ലേ ഇത് അങ്ങ് പോവുക ഗൈസ്. തമ്പുരു ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാം, അതിന് കറക്റ്റ് ആൻസർ പറയോ? ഫോളോ മീ. ടാറ്റാ ഗൈസ്. എല്ലാവരും തച്ച കൊടുക്കുക ഗൈസ്. ടാറ്റാ. നാളെ കുടുംബസമേതം വന്നിട്ട് മുട്ടുകൾ ഞങ്ങൾ കല്ലെടുക്കുക അല്ലേടി ഗൈസ്? അങ്ങനെ വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു ദിവസം. ഒരാണും ഒരു പെണ്ണും രണ്ട് കൊച്ച് മയിൽ കുഞ്ഞുങ്ങളും പിന്നെന്താ രണ്ട് കൊച്ചു മയിൽ കുഞ്ഞുങ്ങളും ഒരു അമ്മയും ഒരു അച്ഛനും. ഇവിടെ ഞാൻ പഠിപ്പിക്കാൻ പോണു നിന്നെ. ഒട്ടും മയിൽപ്പീലി ഇല്ലാത്തത്
അവിടെ ഇരി ഗൈസ്. ടീച്ചറുടെ സീറ്റാണ്. പാലപ്പൂ നിങ്ങളുടെ നാട്ടിൽ നിന്ന് എന്താ പറയുക ചോദിക്കട്ടാ? വാട്ട് ഈസ് യുവർ നെയിം? My name is Arpita. ഫുൾ നെയിം? My name is Arpita. Yes, Dadu. അത് ഞാൻ പറഞ്ഞു. വാട്ട്സ് യുവർ മദേഴ്സ് നെയിം? My mother's name is Sandhya. വാട്ട്സ് യുവർ ഫാദേഴ്സ് നെയിം? My father's name is Dadu. ഓക്കെ. വാട്ട്സ് യുവർ സിസ്റ്റർ നെയിം? മനസ്സിലല്ലേ ഗൈസ്? മലയാളത്തിൽ വേട്ടാ. നിന്റെ ചേച്ചിയുടെ പേരെന്തോന്നു? Radha. ആ. വാട്ട് ഈസ് യുവർ ബ്രദേഴ്സ് നെയിം? നിനക്ക് യു ഹാവ് 2 brothers, isn't it? You have 2 brothers. Tell the brother's name. Anandu Seekutten. ആൾ അങ്ങനെയാണ് കേസ് വിളിക്കുന്നത്. അന്ന് അനന്തുവും, മൂത്തത് അനന്തുവും, രണ്ടാമത്തത് അഭിഷേകുമാണ്. ഇവിടെ ശ്രീകുട്ടനാണ്. അനന്തു അത് കറക്റ്റാ. ശ്രീകുട്ടന് നല്ല പറയേണ്ടത് അഭിഷേക് എന്നാണോ പറയാൻ? എന്തുവാ? Abhishek. അടുത്തത് നിന്റെ കുഞ്ഞമ്മയുടെ പേര് പറ. കുഞ്ഞമ്മയുടെ പേര് സലജ. വല്യമ്മച്ചിയുടെ പേരാണ് അതായത് ഇവളുടെ അമ്മയുടെ ചേച്ചിയുടെ പേര് പറ. വല്ലിമിച്ച്. ആ വല്യമ്മച്ചിയുടെ പേര് പറ. സബി. നിന്റെ അമ്മാമ്മയുടെ പേര് പറ. ആനന്ദവല്ലി. അച്ചാച്ചൻ്റെ പേരോ? വാസുദേവൻ. പിന്നെ നമ്മളിപ്പോൾ നിൽക്കണത് എവിടാ? നമ്മളിപ്പം നിൽക്കുന്നത് കലവരത്താണ്. നമ്പരു കലയപുരം എവിടെയാണുള്ളത്? കലവരം കൊട്ടാരക്കര. വെരി ഗുഡ്. അപ്പം ഇനി നിനക്കൊരു ചെടീനെ കാണണ്ടേ? ബാ. റോഡിൻ്റെ സൈഡ്. എനിക്ക് ഇതിൻ്റെ പേര് നിനക്ക് ഇതിൻ്റെ പേര് അറിയാമോ? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ. എല്ലാം പാടിപ്പോയി. ആ ഇത് പക്ഷെ അവിടെ ഉള്ളതെല്ലാം പാടിങ്ങി വാ. ഗായ്സ് കമ്പ് ഒടുങ്ങി. നീ ഇവിടെ നില്ല്. ഒരു കമ്പ് എടുത്ത് ചേർട്ട് നിന്നെ വേയിക്കാൻ. ഗായ്സ് ഇവിടെ സൈഡിലൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഞാൻ ഇവിടെ ഒരു കമ്പനിയാണ്. അതാ ഒരു മരം. പാലപ്പൂവേ പൂവേ പാലപ്പൂവേ മണമെത്തിരി കരളിൽ തായോ. ബാബാ മർമര പൂവാ. നീ പിടിച്ചാ മതി. ഓ അത് പോയി. ഇതിന്റെ സൈഡ് നോക്കി അവൾ അറുത്തെടുത്ത് ഗായ്സ് നമ്മളെല്ലാം പറിച്ചു. ഗീസ് നമ്മൾ മുട്ട ഉള്ള ഇലയാണ് ഗീസ് പറിച്ചത്. അപ്പോൾ നമുക്കിതിന് സ്മരിക്കാം. വരൂ തമ്പുരാവാ ഗായ്സ്. അപ്പോൾ അവൾ നമ്മൾ ഇവിടെയാണ് ഗൈസ് അടക്കാൻ പോകുന്നത്. തമ്പുരത്തിൽ ഒരു കുഴി കുഴിയടി. വരുമൊരു യാത്രയ്ക്കായി പ്രിയജനം എന്തോ കാണിക്കുവാ നീ ഇവിടെ? തെളിന് കുഴി കണ്ടാന്ന് പറഞ്ഞു. ഗായ്സ് നമ്മൾ അങ്ങനെ ഇതിനിവിടെ വെച്ചിട്ടുണ്ട്. വരുമൊരു യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. അടിപൊളി. ഇവിടെ ഇതിനെ അടക്കം വന്ന് നമ്മളിപ്പോൾ പോച്ച പറിക്കില്ലായ. തമ്പിൽ വെച്ചൊരു മണ്ണ്. ഗൈസ് നമ്മളിവർക്ക് ഗുഡ് ബൈ പറയുകയാണ്. അടുത്ത വർഷം നമ്മൾ കാണുമോ എന്ന് നമുക്ക് പോലും അറിയില്ല അല്ലേ ഗൈസ്? അതാണ് ഗൈസ് നമ്മുടെ ജീവിതം എന്ന് പറയും. ആ മതി മതി. നമ്മളിത് ഈ കല്ല് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മളിത് അടക്കി. നിനക്ക് ഒരു ചെടി കാണണ്ടേ? ഇവർക്ക് നിനക്കേ അമ്മേ തൊട്ടാവാടി അറിയാമോ? ആ അതാ ഞാൻ ഇത് നമ്മൾക്ക് അറിഞ്ഞു. ഇവിടെ നിറച്ചുണ്ട്. ആ വെരി ഗുഡ് ഗൈസ്. ഒരു മാജിക് കാണിക്കുക. നിങ്ങളുടെ വീട്ടിൽ തൊട്ടാവാടി ഉണ്ടെങ്കിൽ തൊട്ടാവാടി അല്ലെങ്കിൽ ചവിട്ടരുത്. തമ്മിലേക്ക് ഇറങ്ങിക്ക് മുള്ളാത് അത്രയും. അവിടെ പാമ്പൊക്കെ ഉണ്ട്.
പാമ്പുണ്ട് അവിടെ. ചുമ്മാ ഗൈസ് ചുമ്മാ. അപ്പോൾ അതെ, അയ്യോ എവിടെയത്? ഇവിടെ കണ്ടത് ഞാൻ കണ്ട്. ശര നീ അതിനെ അണച്ചാടി. ഇതാണ്ടേ ഗൈസ്, നമുക്ക് ഇതിൻ്റെ തുമ്പത്ത് തൊട്ട് നോക്കാവേ ഗൈസ്. തുമ്പ് തൊട്ടതിന് ഇവിടെ തൊട്ടതിന് തമ്പുരേ. അപ്പോൾ നമ്മളത് നമുക്ക് നോക്കാവേ ഗൈസ്. ഇല്ലല്ലോ ഇതാ. ഇതിനേക്കാളും നല്ലതേ ഒരു ഐഡിയ ഞാൻ പറഞ്ഞ കേട്ടാ. ഇതെല്ലാം ഇനി നാളെ രാവിലെയൊക്കെ ആകുമ്പോൾ എണീക്കത്തുള്ളൂ. ഉറങ്ങ് എല്ലാം ഉറങ്ങിക്കോ. ഗൈസ് കാലൊക്കെ പോയി ഗൈസ്. അമ്മേ ഗൈസ് ഞാൻ വീട്ടിലോട്ട് അമ്മേ ആരും ഇറങ്ങി ഗൈസ്. ഞാൻ ഒരു ഡയറി മിൽക്ക് വാങ്ങിയ ഗൈസ്. അപ്പം അത് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അപ്പം ആരും കാണാത്ത ഞാനും തമ്പുരെ തിന്നാൻ പോകും. തമ്പുരു ബാ ഗൈസ്, നമുക്ക് ചെരുപ്പിടാം. ചെരുപ്പിടേ. നീ നിന്നെ ചെറിയ ചെരുപ്പെടുത്തിട്ട് പെണ്ണേ. അപ്പം ഗൈസ് തിന്നോളം പറ്റിയ സ്ഥലം ഗൈസ് കാറിൻ്റെ മറവ് തന്നെ. ഞാൻ നിങ്ങൾക്കല്ലേ കാണിച്ചട്ടെ. ഹായ് ഗൈസ്. തമ്പുര് കണ്ടിട്ട് നോക്ക് തമ്പുര്. ബാ തമ്പുരത്ത് പൊളിച്ച് നിൽക്കി ഗൈസ്. തമ്പുരു ഈ ഫോട്ടോ എൻ്റെ ഇറക്കി പിടിച്ചേ. എന്നെ കാണാൻ വേണത് പൊട്ടിക്കാൻ ഗൈസ്. എനിക്ക് ഈ ഡയറമൊക്കെ പൊട്ടിക്കാണ്. മറവിലാണല്ലോ, അപ്പം കാണാൻ പാടില്ലല്ലോ. ഈ ഗ്ലാസ് ആയതുകൊണ്ട് എല്ലാം കാണാൻ പറ്റും. യെസ് ഗൈസ്, എനിക്ക് ഉള്ള ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഡയറി മിൽക്ക് പൊട്ടിക്കുമ്പം ഈ ഡയറി മിൽക്ക് രണ്ടായി പോകുമ്പോൾ അപ്പോൾ നമുക്കൊരു വിഷമമാണല്ലേ. അയ്യോ പൊട്ടിപ്പോയിരുന്നു. ഇത് 10 പീസുകളാണ്. 5 എണ്ണമായിട്ടാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ 4 എണ്ണമായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ 5 എണ്ണം ഒരെണ്ണമായിട്ടും പൊട്ടിച്ചിട്ടുണ്ട്. തമ്പുരുവിന് എന്നെ കാണാൻ പറ്റൂലല്ലോ ഗൈസ്. അത് തട്ടാതെ എന്നിട്ട് ഇത് തന്നെ ഞാൻ വീഡിയോ പിടിക്കാം ഗൈസ്. അപ്പം എൻ്റേതായിരുന്നു ഗൈസ്. ഞാൻ ഡയറി മിൽക്കിൻ്റെ പാക്കിലേക്ക് ഇത് അവളുടെ ഡയറി മിൽക്ക് 5 എണ്ണം. ഇത് 1 2 3 4 5 എണ്ണം ഇത് കയറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ ഇരുന്നോ അമ്മേ ഗൈസ്. എന്നെ പിടിക്കടി. കഴിക്കാൻ പോവാണ് ഗൈസ്. പാട്ട് എഴുതുന്ന ലക്ഷ്മിയാ. ഞാൻ പാടാം ഗൈസ്. എന്നെ പിടിക്കുന്ന കാരണം ഡയറി പിടിക്കണം. കിസ് മീ ക്ലോസ് യുവർ ഐസ് മിസ് മീ. നീ എന്നെ കാണിക്കണം, എന്നെ പാവാട കാണിക്കണം. തമ്പുരു എങ്ങനെയാണെന്ന് നീ കഴിഞ്ഞ വീഡിയോ എടുക്കൂലേ? ആ പൂക്കളൊക്കെ കാണിച്ചാണ് തമ്പുരു.